ഇന്ന് വീട്ടിലെ എല്ലാവരും കൂടിയുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അമ്മ ഇതാ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യണേ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണേന്ന് ഒരുപാട് പേര് കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ലോങ് വീഡിയോ ഒന്നും ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഷോർട്സ് തന്നെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ചായയൊക്കെ വെച്ചെന്ന്. ഞങ്ങൾ കുറേ വൈകിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ദോശയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ദോശ ഇട്ടു. പിന്നെ ഇന്നലത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ദോശ വേണ്ടവർക്ക് ദോശ കഴിക്കാം, നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കേണ്ടവർക്ക് അത് കഴിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ നെയ്ച്ചോറൊക്കെ അന്ന് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ പിറ്റേ ദിവസം രാവിലെ ചൂടാക്കിയിട്ട് കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ രാവിലെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം അടുക്കളയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടോ. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് പണികളൊക്കെ വേഗം തീർന്നു. അപ്പോൾ ഇതാ കുഞ്ഞിപ്പെണ്ണ് വെയിൽ കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് കേട്ടോ. നല്ല തണുപ്പായിരുന്നു. ഇവിടെ നേരം വെളുക്കുമ്പോൾ തണുപ്പ് കുറവാണ്, പക്ഷെ വെളുത്ത് വരുമ്പോഴാണ് കേട്ടോ തണുപ്പ് കൂടുതൽ. പിന്നെ എല്ലാവർക്കും എപ്പോഴും ഓരോ തിരക്കുകളിലായിരിക്കും. അപ്പോൾ 2 ദിവസം ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടി വന്നത്. അപ്പോൾ ഇതാ മാമന്മാരും കുട്ടികളും കൂടിയിട്ട് ക്രിക്കറ്റ് കളിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ ഹോബി എന്താണെന്ന് വെച്ചാൽ സിനിമ കാണലായിരുന്നു കേട്ടോ. അതും പുതിയ സിനിമയൊന്നുമല്ല, ഞങ്ങൾ പഴയ സിനിമകൾ സെലക്ട് ചെയ്തിട്ട് കാണുമായിരുന്നു കേട്ടോ. മണിച്ചിത്രത്താഴ്, കല്യാണരാമനൊക്കെ ഇല്ലേ, അതൊക്കെ ഞങ്ങൾ ഒറ്റ ഇരിപ്പിലിരുന്ന് കണ്ടു കേട്ടോ. അങ്ങനെ പഴയ സിനിമ എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ കുട്ടികൾ നാരങ്ങ വേണം എന്ന് പറഞ്ഞിട്ട് അത് പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിലെ ഇറങ്ങണ്ടാന്ന് ഏട്ടൻ പറഞ്ഞു. അപ്പോൾ ഏട്ടനോട് വാശി പിടിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. എനിക്ക് അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സ്ഥലം അറിയാലോ, നല്ല കുത്തനെയാണ്. ഒന്ന് തന്നെ താഴെ എത്തും. ഇപ്പോൾ ചെത്തിയിട്ടതുകൊണ്ട് പിടിച്ചാൽ കിട്ടാത്ത പോലെ താഴത്തേക്ക് പോകും. അപ്പോൾ നാരങ്ങയാണെങ്കിലും മേലെയാണ് ഉള്ളത്. ഒന്ന് കുത്തിപ്പറിച്ചാൽ താഴെ പോയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളെ കൂട്ടാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എടുക്കുകയാണ്. അപ്പോൾ കുട്ടിയൊക്കെയാണെങ്കിൽ ഈ നാരങ്ങ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണം. അധികം പഴുത്തിട്ടൊന്നും ഇല്ല, ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാണ്. പക്ഷെ അവർക്കൊരാഗ്രഹം അത് കാണണം, എന്താണെന്ന് അറിയണം എന്നുള്ളത് കൊണ്ട് പറിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നാരങ്ങയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് പറയണം കേട്ടോ. ഞങ്ങളിവിടെ ഇതിനെ ബംബ്ലൂസ് എന്നാണ് പറയുക. പിന്നെ കമ്പിളി നാരങ്ങ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ അങ്ങനെ പറയലില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നത് എന്നുള്ളത് പറയണം. അപ്പോൾ ഞങ്ങളുടെ എടത്തിയമ്മയുടെ നാട്ടിൽ ഇതിന് ചക്കോത്ര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഏറ്റവും വലിയ സിട്രസ് ഫ്രൂട്ട് ആണെന്നും പിന്നെ ഇതിന് പൊമേലോ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്, അതൊക്കെ എനിക്കറിയാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പിങ്ക് കളർ, റെഡ് കളറിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇതൊരു യെല്ലോ അങ്ങനത്തെ ഒരു കളറിലാണ് ഉള്ളത്. പഴുത്താലും ആ കളറിൽ തന്നെയാണ്. പക്ഷേ ഇത് അധികം പഴുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഇതിനകത്ത് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് പുളി നല്ല ഇഷ്ടമായതുകൊണ്ട് 4 എണ്ണത്തിനും ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ചെറുതിനടക്കം ഇത് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അടുത്ത സിനിമ കാണാൻ വേണ്ടി പോയി കേട്ടോ. ബാക്കിയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. എനിക്ക് ഇന്നലത്തെ ഇൻട്രസ്റ്റ് ഒന്നും ഇന്നില്ല കേട്ടോ. കുഞ്ഞിപ്പേട്ട ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അവർ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. ഏട്ടന്മാർ രാവിലെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അവർക്ക് പണി ഉണ്ടായിരുന്നു കേട്ടോ. അവർ പോകുന്നതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ 2 ദിവസം നല്ല രസമായിരുന്നു. 2 ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇനി ഇവർ പോയി കഴിഞ്ഞാൽ വീട് ഉറങ്ങിയതുപോലെ ആവും. പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ലീവ് ആണ്, അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോവാം എന്നുള്ള ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. വീഡിയോസിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരണം എന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത്. അപ്പോൾ ഇതാ കുട്ടികളെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവർ പോവുകയാണ്. കുഞ്ഞൂസിനാണ് കേട്ടോ ഏറ്റവും സങ്കടം. കുഞ്ഞൂസിന് 2 ദിവസം ഇവരോട് കളിച്ചിട്ട് അവർ പോകുമ്പോൾ നല്ല വിഷമമുണ്ട്. എനിക്കും നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് വെറുതെ അവരെ കൊണ്ടാക്കാൻ വേണ്ടി പുറകെ പോയിക്കോട്ടെ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.